ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ വോയിസ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറുട്ടോ നാരുട്ടോ നെക്സ്റ്റ് ജനറേഷനിലെ ബ്ലൂ വോർട്ടെക്സ് എന്ന് പറയുന്ന ബൊറുട്ടോയുടെ മങ്കയാണ്. എനിക്കറിയാം ഒരുപാട് ലാഗ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് വരുത്തുന്നുണ്ട്. സോ നിങ്ങൾ അതിനോട് ക്ഷമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും ഞാൻ എപ്പോഴും എപ്പിസോഡ് നേരത്തെ ഇടാൻ നോക്കാം. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ലൈക്ക് ആസ് ഓൾവേസ് അങ്ങനെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കൊണ്ടും പിന്നീട് ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ ടേണിംഗ് പോയിന്റ് പലതുള്ളത് കൊണ്ട് അതിൽ ഒരു ടേണിംഗ് പോയിന്റിൽ ഞാൻ എത്തിച്ചേർന്ന് നിൽക്കുന്ന ആയതുകൊണ്ടും അവിടെ നിൽക്കുകയാണ്. സോ എന്താണ് അവിടെ നിൽക്കുമ്പോൾ ഇത്തിരി പ്രശ്നമാണ്, ടൈറ്റാണെന്ന് അവർക്കൊക്കെ അറിയാം. സോ എന്താണ് അതായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് യൂട്ടേണൊക്കെ എടുക്കുക, ഇല്ലെങ്കിൽ വളരെ നല്ല പണി കിട്ടും എനിക്ക് കിട്ടിയതുപോലെ. സോ നേരെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് മിറ്റ്സുക്കിനാണ്. എൻ്റെ നിലാവായിരുന്നു, എനിക്ക് നിലാവില്ലാതെ ഒരിക്കലും പ്രകാശിക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയും ഇരുട്ടേറിയ ഒരു അന്തരീക്ഷമായിരുന്നു എൻ്റെ ചുറ്റും. പക്ഷേ എനിക്ക് അത്രയ്ക്കും പറ്റാതെ ഒരു അവസ്ഥയാണോ കവാക്കി? അങ്ങനെയാണോ? എൻ്റെ ആ ഒരു പ്രകാശത്തിൻ്റെ മുഴുവൻ റീസണും നീ തന്നെയാണോ? അതിൻ്റെ കാരണം നീ മാത്രമാണോ കവാക്കി എന്ന് പറയുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മളുടെ മിറ്റ്സുക്കി കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടതുപോലെ ബൊറൂട്ടോയുടെ പുറകെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബൊറൂട്ടോനെ എങ്ങനെയെങ്കിലും തീർക്കണമെന്നുള്ളത്. ബൊറൂട്ടോയ്ക്ക് മിറ്റ്സുക്കിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു രീതിയിൽ അവനെ ഹേർട്ട് ചെയ്യണമെന്നോ ഒരു തീരുമാനവും ഇല്ല, അവൻ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ബൊറൂട്ടോയ്ക്ക് എന്തിനാ മിറ്റ്സുക്കി ഇവന്റെ പുറകെ വരുന്നതെന്ന് കൂടി അറിയത്തില്ല. അതാണ് യഥാർത്ഥ സംഭവം. അപ്പോഴത്തേക്കും നമ്മളെ മിറ്റ്സുക്കി എന്തിയാണ് അങ്ങനെ ബൊറൂട്ടോയുടെ പുറകെ പോവാണ്. നമ്മുടെ മിറ്റ്സുക്കി പറയാണ്, നീ എന്തൊക്കെ വിചാരിച്ചാലും നീ എങ്ങനെയൊക്കെ വിചാരിച്ചാലും നിനക്ക് ഒരിക്കലും നമ്മളുടെ ആരെ കവാക്കിനെ തൊടാൻ പോലും കഴിയത്തില്ല, അവന്റെ ദേഹത്തൊരു മുറിവ് വരാൻ പോലും കഴിയത്തില്ല, അതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിറ്റ്സുക്കി എന്താണ് ബൊറൂട്ടോയോട് ഫൈറ്റ് ചെയ്യണം. ബൊറൂട്ടോ പറയാണ്, നീ എന്നോട് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു യൂസും ഇല്ല മിറ്റ്സുക്കി, കാരണം ഞാൻ നിന്നോട് ഒരു തരത്തിലുള്ള ശത്രുതയും വെറുപ്പോ ഒന്നും വെച്ചിട്ടില്ല. നിന്നോടൊന്നല്ല, എനിക്ക് കവാക്കിയോടും ഒരു ശത്രുതയും ഇല്ല. നീയും കവാക്കിയും ഇപ്പൊ പോകുന്ന പാത തെറ്റായിട്ടുള്ള വഴിയാണ്. അതിലൂടെ പോയാൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. നിങ്ങൾ ഒന്നെങ്കിൽ മനസ്സിലാക്കണം, അതായത് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല. അപ്പോൾ നമ്മുടെ മിറ്റ്സുക്കി പറയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ബൊറൂട്ടോ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോ പറയാണ്, എൻ്റെ കവാക്കി നിന്നോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ലെന്ന്. അവൻ ഒരുപാട് സ്നേക്സിനെ ബൊറൂട്ടോ ഇടയ്ക്ക് നേരെ വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ എല്ലാം പിടിച്ച് മാറ്റാൻ നോക്കുമ്പോൾ അത് സ്നേക്ക് ക്ലോൺസ് ആയിരുന്നു. അത് ബൊറൂട്ടോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തുടങ്ങാണ്. ഓ, ഇതാണല്ലേ സ്നേക്ക് ക്ലോൺസ്, നല്ല ജുട്സു ആണല്ലോ എന്ന രീതിയിൽ ബൊറൂട്ടോ അവരെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ബൊറൂട്ടോ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് നമ്മുടെ മിറ്റ്സുക്കിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരാളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഒരു വിലയും തരാത്ത പോലെയാണ് മിറ്റ്സുക്കിക്ക് ഇവിടെ തോന്നുന്നത്. ഷുറിങ്കൻ എടുത്ത് വാരി വലിച്ച് മിറ്റ്സുക്കി എറിയുന്നുണ്ട്. എല്ലാം ബൊറൂട്ടോയുടെ പുറത്ത് കൊള്ളേണ്ടതായിരുന്നു, പക്ഷേ ബൊറൂട്ടോ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്നും എസ്കേപ്പ് ആയി മൂവ് ആയി പോകുന്നുണ്ട്. മിറ്റ്സുക്കിന് ഇതുവരെ ഒരു അറ്റാക്കും തിരിച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് നീ എന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല, നീ എന്താ ചെയ്യുന്നതെന്ന് ബൊറൂട്ടോയോട് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല മിറ്റ്സുക്കി, നിന്നോട് അത് എത്ര വട്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ ഒരു കാരണവും ഇല്ല എന്ന് പറയാണ്. നീ എന്നെ ഉപദേശിക്കും ബൊറൂട്ടോ, നീ എന്നെ അറ്റാക്ക് ചെയ്യ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെട്, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് നമ്മളുടെ മിറ്റ്സുക്കി പറയണം. അപ്പോഴത്തേക്കും അവിടുന്ന് ഷിക്കമാരുടെ ഓർഡർ വരാണ്. അതായത് കവാക്കിനെ പോയിസണും കൊടുത്ത് മയക്കിയിട്ടാണ്, ഒരു എന്തെങ്കിലും വെനമസ് അല്ലാതെ ഒരു വിഷമല്ലാത്ത പോയിസൺ കൊടുത്തിട്ട് മയക്കിയിട്ടാണ് നമ്മളുടെ മിറ്റ്സുക്കി വന്നിരിക്കുന്നത്. ഇതുപോലെ നിന്നെയും ചെയ്യാനാണ് ഉദ്ദേശം, നിന്നെയും എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യണം എന്നാണ് മിറ്റ്സുക്കി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കൊരു വഴിയുണ്ട്, അതാണ് നിന്റെ ആ ഒരു ഒറ്റോട്സുക്കി മോഡിലേക്ക് കയറിയാൽ നിന്നെ ആരൊക്കെ പിടിച്ചാൽ കിട്ടൂല ബൊറൂട്ടോ, നീ അത് ചെയ്യണമെന്ന് നമ്മളുടെ ആര് പറയാണ്, ഷിക്കമാറ് പറയാണ്. പക്ഷെ ബൊറൂട്ടോക്ക് എന്തോ ഒരു പേടി ഇപ്പോഴും ഉണ്ട്. ഏതിനെയാ നമ്മളുടെ ബൊറൂട്ടോ അങ്ങനെ ഭയക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മിറ്റ്സുക്കി പറയാണ്, എനിക്ക് നിന്നെ മനസ്സിലാവും, നിന്റെ പവർ എനിക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ ബ്രേക്ക് ആ ഒരു ലിമിറ്റ് എൻ്റെ പരിധിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് നിന്റെ പുറകെ വരുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്, കവാക്കിയുടെ അത്രയും പവർ എനിക്കുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഈ നിമിഷം നിന്റെ കഥ കഴിച്ചേനെ, നീ എന്നൊരു കഥാപാത്രം ഈ ലോകത്ത് ഇല്ലാതെയായനെ ബൊറൂട്ടോ ഉസ്മാക്കി. ഞാൻ കവാക്കിൻ്റെ അത്രയും പവർ ഇല്ലാത്ത ഒരാളാണ്. ഞാൻ കവാക്കിനെ പോലും അങ്ങനെ അടിച്ചമർത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ റീസൺ അവന് ഒന്നും പറ്റരുത് എന്നുള്ളതാണ്. എനിക്ക് കവാക്കിക്ക് ഒന്നും പറ്റുന്നത് കാണാൻ കഴിയില്ല. മതി മിറ്റ്സുക്കി, നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നീ വിചാരിക്കും പോലെ അവൻ നിന്റെ ചന്ദ്രനോ സൂര്യനോ ഒരു പിണ്ണാക്കോ അല്ല. നീ സ്വന്തമായിട്ട് കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നിനക്ക് പറ്റും നിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ നീ ആരെയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും നിനക്ക് ഒരു പാരസൈറ്റ്, അതായത് നമ്മുടെ പുറത്തൊക്കെ ഇരിക്കുന്ന ചെറിയ ചെറിയ വണ്ടുകളില്ലേ, അതേപോലത്തെ ഒരു സ്വഭാവമാണ്. നിനക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിവില്ല. നീ ചെയ്യുന്നില്ല, കഴിവില്ല എന്നല്ല, നീ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? നീ മിറ്റ്സുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ, മിറ്റ്സുക്കി നിന്റെ മൂൺ അല്ല. മിറ്റ്സുക്കി അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. വാ എന്നോട് ഫൈറ്റ് ചെയ്യ്, എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്തോളാം, വയ്യാതെ നിൽക്കാണ് ബൊറൂട്ടോ, വാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ ബൊറൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്നേക്ക് ലോൺസിനെ വിടാനായിട്ട് മിറ്റ്സുക്കി തുടങ്ങാണ്. ബൊറൂട്ടോ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് ഉപകാരമാണ് ഞാനിപ്പോൾ ചെയ്തു തരേണ്ടത്? നീയല്ലേ എന്നെ അറ്റാക്ക് ചെയ്തത്, ഞാൻ നിനക്ക് എന്ത് ഉപകാരമാണ് മിറ്റ്സുക്കി ചെയ്തു തരേണ്ടത്? കവാക്കിനെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്നെ ഇറങ്ങി ഇങ്ങനെ നടന്ന് ശല്യം ചെയ്തത് എന്തിനാ മിറ്റ്സുക്കി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മിറ്റ്സുക്കി
പറയണേ, നീ എന്താ വിചാരിച്ച നീ പറഞ്ഞൊന്നും പറയാം നീ കവാക്കിനൊന്നും ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? നടക്കില്ല മോനെ. ഞാൻ അത്രയ്ക്കും മണ്ടനും പൊട്ടനും വെടിയും ഒന്നുമല്ല. നിന്റെ വാക്ക് കേട്ടിട്ട് ബാക്കിയുള്ളവരെ പോലെ നിന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല. നീ ചെയ്യേണ്ട ഉപകാരം ഇത്രയേ ഉള്ളൂ. നീ ഒന്ന് മരിക്കും ബോറൂട്ടോ പ്ലീസ്. നീ ലീഫ്ലെസ്ലി ഇപ്പോൾ ഒന്ന് മരിച്ചാൽ അതാണ്ട് ഏറ്റവും വലിയ ഉപകാരം. മിറ്റ്സുകി നമ്മുടെ ബോറൂട്ടോയ്ക്ക് നേരെ തണ്ടർ എടുക്കാണ്. അപ്പോൾ ബോറൂട്ടോ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ലൈറ്റ്നിങ് എടുക്കുകയാണ്. ഈ നിമിഷം നിന്നെ കൊല്ലാനായിട്ടുള്ള വാശിയും ദേഷ്യവും ഒക്കെ എനിക്ക് നിന്നോടുണ്ട് ബോറൂട്ടോ. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും പകയും വെറുപ്പും നിന്നോടുണ്ട് ബോറൂട്ടോ. നിന്നെ കൊല്ലും ഞാൻ. നിന്റെ കൈ ഇന്ന് മരണം ഇന്നെൻ്റെ കൈ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഇവിടെ എടുക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് തണ്ടർ സ്ട്രൈക്കും അവിടെ എടുക്കുന്നത്. ലൈറ്റ്നിങ്ങും തണ്ടറും കൂടെ ചേർത്ത് ആ ഒരു എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മൊത്തത്തിലൊരു പുകപടലം. ഈ പുകപടലത്തിനിടയിലും മിറ്റ്സുകി തന്റെ വാശി വിട്ടുകൊടുക്കുന്നില്ല. ബോറൂട്ടോ ഇതുവരെയും ദേഷ്യത്തെ കയറിയിട്ടില്ല എന്നാണ്. ഇതുവരെ ബോറൂട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് സെൽഫ് ഡിഫൻസ് ആണ്. അത് സ്വയരക്ഷയാണ് ബോറൂട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും ബോറൂട്ടോ അവിടെ ചെയ്യുന്നില്ല. എങ്ങനെ നമ്മുടെ മിറ്റ്സുകിനെ അടിച്ചിടാമെന്നോ അല്ലെങ്കിൽ മിറ്റ്സുകിനെ കൊന്നുകളയാമെന്നോ മിറ്റ്സുകിനെ മാറ്റി നിർത്താമെന്നോ ഒരു രീതിയിലും നിൽക്കുന്നില്ല. മിറ്റ്സുകിന്റെ ഈ ഒരു ചാൻസ് യൂസ് ചെയ്ത് ബോറൂട്ടോ എന്താണ് മിറ്റ്സുകിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാലും മിറ്റ്സുകിനെ കൊല്ലണം എന്നൊരു ഉദ്ദേശത്തോടെ അല്ല ബോറൂട്ടോ പോകുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് ബോറൂട്ടോ മൂവ് ചെയ്യുന്നത്. മിറ്റ്സുകി ഇത്രയും സെൻസ് ചെയ്യുന്നത്, അതായത് ഇത്രയും പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നാൽ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു നമ്മളുടെ ബോറൂട്ടോയുടെ ക്യാരക്ടർ തന്നെയാണ് മിറ്റ്സുകി. പക്ഷേ മിറ്റ്സുകിക്ക് ബോറൂട്ടോയുടെ സോഡ് കഴുത്തി വന്ന് നിന്നത് അറിഞ്ഞതേ ഇല്ല. കാരണം അത്രയും സ്മൂത്ത് ആയിട്ടാണ് ബോറൂട്ടോ ആ ഒരു സോഡ് കൊണ്ട് പെൻസിൽ പോലെ കഴുത്തി കൊണ്ടുവച്ചത്. മിറ്റ്സുകി ഇങ്ങനെ ഞെട്ടി നിൽക്കാണ്. എന്ത് ചെയ്യും ഇവരിത് എങ്ങനെ ചെയ്തു എന്ന്. നിന്നെ കൊല്ലണമെന്ന് എനിക്കിപ്പോൾ വിചാരിച്ചാൽ നടക്കും മിറ്റ്സുകി. പക്ഷെ ഞാൻ ചെയ്യില്ല. കാരണം എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിന്നെ കൊല്ലാനോ നിന്റെ കവാക്കിനെ കൊല്ലാനോ അല്ല ലീഫ് വില്ലേജ് വന്നത്. നിന്നെ കൊല്ലാനല്ലാതെ എനിക്ക് വേറെ എന്തൊക്കെ ചെയ്യാം. എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കാമല്ലോ. നിന്നെ ഞാൻ എന്തിനാ കൊല്ലുന്നത്? എൻ്റെ മിറ്റ്സുകി, നിന്നോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു. എത്ര വട്ടം പറയാൻ പറ്റും അത്രയും വട്ടം പറഞ്ഞു. ഈ ഒരു വഴക്കിൻ്റെ ഒരു ആവശ്യമില്ല. നീയും അവനും വഴക്ക് കൂടുന്നത് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നീ എന്താണ് പറയുന്നത് ബോറൂട്ടോ എന്ന് നമ്മളുടെ മിറ്റ്സുകി ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. ബോറൂട്ടോ പറയാണ്, ഈ നിമിഷം ഞാൻ വിചാരിച്ചാൽ നിന്നെ തീർത്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം എന്താണ്? ഞാനാണ് നിന്റെ മൂൺ. കവാക്കിയല്ല, നിന്റെ മൂൺ, സൺ, അങ്ങനെ നിന്റെ പ്രകാശം ഇരുട്ട് തെളിയിക്കുന്ന ആ ഒരു ഇത്, അതായത് ആകാശത്ത് ഇത്രയും ഇരുട്ടത്ത് വെളിച്ചം തെളിയിക്കുന്ന ഒരു സോഴ്സ്, അത് കവാക്കിയല്ല, ഞാൻ ബോറൂട്ടോ ഉസ്മാക്കിയാണ്. ഞാനായിരുന്നു നിന്റെ എല്ലാം. ഇപ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ വല്ലതും എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണേ. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒന്നും തന്നെ മനസ്സിലാവില്ല. ഈ നിമിഷം ഞാൻ വിചാരിച്ചാൽ നിന്റെ കഴുത്ത് വെട്ടി നിന്നെ ഇവിടെ തീർക്കാവുന്നതേ എനിക്കുള്ളൂ. നിനക്കത് അറിയാലോ മിറ്റ്സുകി. നിനക്ക് നന്നായിട്ട് തന്നെ അതറിയാമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ എല്ലാവരും പ്രിവെൻറ്റ് ചെയ്ത് വെക്കുന്ന, എല്ലാവരെയും കൊല്ലാൻ വരുന്ന ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ ഞാൻ എന്തോ നിങ്ങൾ വിചാരിക്കുന്നേക്കാളും അങ്ങനെ ആ ഒരു ബൗണ്ടറി കഴിഞ്ഞ് ആ ഒരു നിയന്ത്രണം കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. നിന്റെ വാക്കുകളിൽ പറഞ്ഞ നിന്റെ സണ്ണായിരുന്നു, നിന്റെ മൂണായിരുന്നു, നിന്റെയൊക്കെ പ്രകാശം തരുന്ന സോഴ്സ് ആയിരുന്നു മിറ്റ്സുകി എന്ന് പറയാൻ സമയമില്ല. എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് തീർത്ത് കെട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ മിറ്റ്സുകി സ്നേഹിക്കിനെ യൂസ് ചെയ്ത് പോയിന്റ് ചെയ്ത് ബോറൂട്ടോനെ പിടിക്കുകയാണ്. ബോറൂട്ടാണെങ്കിൽ വേദന എടുക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ കൊല്ലാൻ കഴിയുമോ മിറ്റ്സുകിക്ക് അങ്ങനെ ഇറുക്കണമെന്നുണ്ട്. പക്ഷെ അവന് പറ്റുന്നില്ല. എന്തോ അവന് പറ്റാത്ത പോലെ, എന്തോ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് അവർ തമ്മിലുള്ളതുപോലെ എന്തോ ഒരു ബന്ധമുണ്ട്. പക്ഷെ അതെന്താണെന്ന് മിറ്റ്സുകിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ ചെയ്യാതെ മിറ്റ്സുകി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യാത്തയാന്ന് പറയാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ബോറൂട്ടോ ചോദിക്കുമ്പോൾ, നീ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. നീ പറഞ്ഞതെല്ലാം ശരിയാണോ? നീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ ആരാണ്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ പിന്നെ എന്തിനാണ് ലീഫ് വില്ലേജ് വരുന്നത്? എവിടെയാണ് സെവൻത് ഹൊക്കാഗെ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ മിറ്റ്സുകി ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഇത്രയും ശാന്തനായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നിന്റേതായിട്ട് തിളങ്ങാനായിട്ടുള്ള അവസരം ഒരുപാട് നിന്റെ മുന്നിലുണ്ട്. ഞാൻ ഒറ്റയ്ക്കോ? ഇല്ല കവാക്കി, നീ വിചാരിക്കുന്നത് തെറ്റാണ് മിറ്റ്സുകി. നീ വിചാരിക്കുന്ന തെറ്റ് നിനക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഉള്ളിൽ തന്നെ, നിന്റെ ഉള്ളിലെ ആ ഒരു ഇതുണ്ടല്ലോ, നമുക്കൊരു പവർ ഉണ്ടല്ലോ, ആ ഒരു പവർ മിറ്റ്സുകി നിനക്കുണ്ട്. നിനക്ക് സ്വന്തമായിട്ട് തിളങ്ങാൻ പറ്റും. നീ എത്രയൊക്കെ ഇത് അല്ല സത്യമെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. അപ്പോഴത്തേക്കും ആ പാമ്പിനെ നമ്മളെ മിറ്റ്സുകി എന്ത് ചെയ്യാണ്? പതുക്കെ വലിച്ചെടുക്കുകയാണ്. കാരണം അവന് മനസ്സിലായി എന്തൊക്കെയോ ബോറൂട്ടോ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. നീ പറയുന്നത് എല്ലാം തന്നെ ശരിയായി എന്നിരിക്കട്ടെ, നീ എന്തിനാണ് ലീഫ് വില്ലേജ് വരുന്നത്? നീ എന്തിനാണ് ഇപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്ത്
എപ്പോഴും എന്നെ അറ്റാക്ക് ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളെ മിറ്റ്സുക്കി ചോദിക്കുകയാണ്. എങ്ങനെ, എന്തിന്, നീ ആരാ, എന്ന് എവിടുന്നാ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്കിതിനൊന്നും ആൻസർ ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. എനിക്ക് നിന്നെ കൊല്ലാനോ കവാക്കിനെ കൊല്ലാനോ ഒരു ഇൻറ്റൻഷനോ അതായത് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടും കൂടിയില്ല. എപ്പോഴാണോ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് അപ്പം ഞാൻ പറയും. പക്ഷേ നിനക്ക് എന്നോ എപ്പോഴോ ഏത് സമയത്തോ ആരുടെ മുന്നിലോ അതാരും ആയിക്കോട്ടെ നിനക്കൊരു പ്രശ്നം വന്നു എന്നുണ്ടെങ്കിൽ മിറ്റ്സുക്കി നീ എന്നെ വിചാരിച്ചാൽ മാത്രം മതി. ഞാൻ ഉറപ്പായിട്ടും നിന്റെ അടുത്ത് എത്തിയിരിക്കും. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എത്ര വില കൊടുത്തും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ഫീലിങ്സ് എന്ന് നമ്മളുടെ മിറ്റ്സുക്കിയോട് ബോറൂട്ടോ പറയണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിടാൻ നോക്കണ്ട. സെവൻത്ത് എവിടെ, ലോർഡ് സെവൻത്തിന് നീ എവിടെ, നീ എന്തിനെ കൊന്നു, എന്ത് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല, ആരെയും ഒന്നും ചെയ്തിട്ടുമില്ല. അയാൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ഉണ്ട്. ഹീസ് ലൈവ്, അയാൾ സേഫുമാണ്. എനിക്ക് പക്ഷേ അയാളുടെ അടുത്തേക്ക് പോകാൻ കഴിയത്തില്ല. അത് ലോർഡ് സെവൻത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല അത് എന്ന് ബോറൂട്ടോ പറയാണ്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഷിക്കമാറും അതുപോലെ തന്നെ ഇനോയും അതുപോലെ തന്നെ നമ്മുടെ മിറ്റ്സുക്കിയും ഒക്കെയും ഞെട്ടിപ്പോവാണ്. എന്താണ് നീ പറയുന്നത്? അദ്ദേഹം ജീവനോടെ ഉണ്ടോ? ലോർഡ് സെവൻ ജീവനോടെ ഉണ്ടോ എന്ന് എന്തിയെ എന്ന് ചോദിക്കുകയാണ്. എന്തിയെന്ന് ചോദിച്ചാൽ അതെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടുള്ള ഒരു ഇതിലല്ല. നീ ആരാണ് എന്ന് മിറ്റ്സുക്കി ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴോ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ നിന്റെ കൂടെ നിനക്ക് സ്വന്തമായിട്ട് തിളങ്ങാൻ പറ്റും. ഞാനായിരിക്കും നിന്റെ പ്രകാശം. പക്ഷേ എപ്പോഴും നിനക്ക് ആവശ്യം വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും മിറ്റ്സുക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബോറൂട്ടോ പോകണം. നീ ശരിക്കും ആരാണ്? നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മിറ്റ്സുക്കി പറയുമ്പോൾ, നിനക്ക് എപ്പോഴും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിനക്ക് എപ്പോഴും എന്താവശ്യം വന്നാലും അത് എവിടെ ആയാലും ആരുടെ മുന്നിലായാലും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ അത്രയ്ക്കും നിനക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ ഞാൻ അതാരാണെന്ന് പറയുന്നില്ല എന്ന പോലെയാണ് നമ്മുടെ ബോറൂട്ടോ മിറ്റ്സുക്കിയോട് പറഞ്ഞിട്ട് പോകുന്നത്. ഈ ചെറുക്കൻ പറഞ്ഞത് ഇവൻ ആരാ ശരിക്കും എന്ന രീതിയിൽ ഇനോയും നോക്കാണ്. ഷിക്കമാറു ചോദിക്കുകയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം, നിനക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഇവിടെ നമ്മളുടെ കവാക്കിനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞു. ഷിക്കമാറു നമ്മളുടെ ബോറൂട്ടോനോടാണ് സംസാരിക്കുന്നത്. ബോറൂട്ടോനോട് ചോദിക്കുന്നുണ്ട്, നീ പറയുന്നത് പ്രകാരം നിന്റെ സ്ഥാനം കവാക്കിക്കും കവാക്കിയുടെ സ്ഥാനം നിന്റെ സ്ഥാനത്തും ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ഓർമ്മകളെ എടുത്തെടുക്കുന്നോ അതിനനുസരിച്ച് ആംനിപോർട്ടൽ നമ്മളുടെ ഓർമ്മകൾ മായ്ച്ചു കളയും എന്നാണോ നീ പറയുന്നത്? അതും നറൂട്ടോ സേഫ് ആയിട്ടിരിപ്പുണ്ട് എന്നാണോ നീ പറയുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബോറൂട്ടോ പറയണം, അതെ, നിങ്ങൾ പറഞ്ഞതും ഇതുവരെ ചെയ്തതും എല്ലാം ശരിയാണ്. ഇത് ഞാൻ കേൾക്കുന്നത് ആദ്യത്തെ തവണയല്ല, ഇത് ഒരുപാട് വട്ടം ഞാൻ കേട്ട് കഴിഞ്ഞു. അതായത് നിങ്ങൾ ഇതേ ട്രിക്ക് യൂസ് ചെയ്ത് ഒരുപാട് വട്ടം എന്നോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതേ കാര്യം ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് വട്ടം നിങ്ങൾ എന്നെ സഹായിക്കാനും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാനും നിങ്ങളും ആ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ആ ഒരു സ്റ്റേജിൽ തന്നെയാണ്. കാരണം ആംനിപോർട്ടൽസ് നമ്മുടെ മിറ്റ്സുക്കിയുടെ കവാക്കിയുടെ ഇഷ്ടം കണക്കാണ് വർക്ക് ചെയ്യുന്നത്. ബോറൂട്ടോ പറയുന്നുണ്ട്, ഇപ്പോൾ നറൂട്ടോ സേഫ് ആണ് എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം അച്ഛനെ ഒരു സ്ഥലത്ത് അവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതും കവാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും വരാത്തൊരു ഡയമെൻഷനാണ്. അപ്പോൾ കവാക്കിക്കാണ് അവിടെ എൻട്രി ആവാൻ പറ്റുന്നതെന്ന്. ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, അതൊരു റിക്വസ്റ്റ് ആയിട്ട് കാണുമോ? അതായത് നീ കവാക്കിനെ ഒന്നും ചെയ്യരുത് ബോറൂട്ടോ എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ബോറൂട്ടോ അതെന്താ ചോദിക്കുമ്പോൾ, കാരണം നീ എന്ത് ചെയ്താലും അത് നറൂട്ടോനെ അറിഞ്ഞോ അറിയാതെയോ അഫക്റ്റ് ചെയ്താലോ എനിക്ക് വയ്യ നറൂട്ടോയുടെ ജീവൻ പണയം വെക്കാനായിട്ട്. സോ നീ ഒന്നും ചെയ്യരുത് ബോറൂട്ടോ എന്ന് പറയുമ്പോൾ ബോറൂട്ടോ ഇല്ല, ഞാനങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയണം. അതിനുശേഷം നമ്മുടെ ജൂറാനെയാണ് കാണിക്കുന്നത്. അവൻ ഒരുപാട് ബുക്ക് വായിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്, ഒരുപാട് അറിവ്. ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്കെന്തോ കിട്ടാത്തത് പോലെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ നിന്നെ കണ്ടുപിടിക്കും നാറുട്ടോ ഉസ്മാക്കി എന്ന് ജൂറ പറയുന്നതോടെ ഈ എപ്പിസോഡ് ഇവിടെ തീരാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.